ഒരു ടീമിൻ്റെ ഏറ്റവും വലിയ താരം ആ ടീമിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായി മാറുമോ? ഇന്ന് ലോക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്നാണിത്. 2003 മുതൽ പോർച്ചുഗൽ എന്ന രാജ്യത്തിൻ്റെ ഫുട്ബോൾ ചരിത്രം എഴുതപ്പെട്ടിരിക്കുന്നത് ഒരു പേരിന് ചുറ്റുമാണ്: ക്രിസ്ത്യാനോ റൊണാൾഡോ. 5 ബാലൺ ഡിയോർ, അനവധി റെക്കോർഡുകൾ, യൂറോ കപ്പ്, നേഷൻസ് ലീഗ്, അന്താരാഷ്ട്ര ഫുട്ബോളിലെ എക്കാലത്തെയും ഏറ്റവും കൂടുതൽ ഗോളുകൾ. എന്നാൽ ഇന്ന് 2026 ലോകകപ്പിൽ പോർച്ചുഗൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എതിരാളികൾ മാത്രമല്ല, മറിച്ച് റൊണാൾഡോയെ എങ്ങനെ ഉപയോഗിക്കണം എന്ന ചോദ്യവുമാണ്. റൊണാൾഡോ ഇപ്പോഴും പോർച്ചുഗലിൻ്റെ ഏറ്റവും വലിയ ശക്തിയാണോ, അതോ അദ്ദേഹം തന്നെയാണോ ടീമിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം? ഇത് റൊണാൾഡോ നല്ല താരമല്ല എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയല്ല, മറിച്ച് ഒരു ഇതിഹാസ താരത്തെ ചുറ്റിപ്പറ്റി ഒരു ആധുനിക ടീം എങ്ങനെ പ്രവർത്തിക്കണം എന്ന ചോദ്യമാണ്. 20 വർഷത്തിലേറെയായി പോർച്ചുഗൽ എന്ന ഫുട്ബോൾ ടീം നിർമ്മിക്കപ്പെട്ടത് ഒരു പേരിന് ചുറ്റിപ്പറ്റിയാണ്. റൊണാൾഡോ ഇല്ലാത്ത പോർച്ചുഗലിനെ കുറിച്ച് ആരാധകർക്ക് ചിന്തിക്കാനേ കഴിയില്ല. അത് സ്വാഭാവികമായിരുന്നു. കാരണം പലപ്പോഴും പോർച്ചുഗലിനെ രക്ഷിച്ചത് റൊണാൾഡോ തന്നെയായിരുന്നു. നിർണായക മത്സരങ്ങളിലെ ഗോളുകൾ, അവസാന നിമിഷത്തെ രക്ഷാപ്രവർത്തനങ്ങൾ, അസാധ്യമായ വിജയങ്ങൾ. എന്നാൽ ഒരു പ്രശ്നമുണ്ട്. ഒരു ടീം വളരെ കാലം ഒരേ ഒരു താരത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ, ആ താരം കരിയറിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ, ആ ടീമും ഒരു തിരിച്ചറിയൽ പ്രതിസന്ധിയിലേക്ക് കടക്കുന്നു. ഇന്ന് പോർച്ചുഗൽ നേരിടുന്നതും അതുതന്നെയാണ്. പോർച്ചുഗൽസ് ഗോൾഡൻ ജനറേഷൻ. ഇന്ന് പോർച്ചുഗലിന് പ്രതിഭയുടെ ഒരു കുറവുമില്ല. ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാഡോ സിൽവ, റഫേൽ ലിയോ, വിറ്റീനിയ, യാവോ നെവസ്, ന്യൂനോ മെൻഡസ്, ഇവരിൽ പലരും ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിലെ പ്രധാന താരങ്ങളാണ്. പല ഫുട്ബോൾ വിദഗ്ധരും പറയുന്നത് യൂറോ 2004 ശേഷമുള്ള ഏറ്റവും ശക്തമായ പോർച്ചുഗൽ സ്ക്വാഡാണിത് എന്നാണ്. എന്നാൽ ഒരു ചോദ്യം ഉയരുന്നു: ഇത്രയും പ്രതിഭകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പോർച്ചുഗലിൻ്റെ കളി ഇപ്പോഴും റൊണാൾഡോയെ മാത്രം കേന്ദ്രീകരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ടീം സ്വന്തം വ്യക്തിത്വം കണ്ടെത്താൻ ഇപ്പോഴും ബുദ്ധിമുട്ടുന്നത്? ദ ടാക്ടിക്കൽ പ്രോബ്ലം. ആധുനിക ഫുട്ബോൾ ഇന്ന് ഹൈ പ്രസിങ്ങിൻ്റെയും വേഗതയുടെയും കാലഘട്ടത്തിലാണ്. പെപ് ഗാർഡിയോള, യോർഗൻ ക്ലോപ്പ്, ലൂയിസ് എൻറിക്കെ എന്നിവർ രൂപപ്പെടുത്തിയ ഫുട്ബോളിൽ മുന്നേറ്റ നിരയുടെ താരങ്ങൾ പോലും പ്രതിരോധത്തിൻ്റെ ആദ്യത്തെ വരിയാണ്. പക്ഷേ 41-ാം വയസ്സിൽ റൊണാൾഡോയ്ക്ക് പഴയതുപോലെ 90 മിനിറ്റും തുടർച്ചയായി പ്രസ് ചെയ്യുക പ്രായോഗികമല്ല. ഇത് അദ്ദേഹത്തിൻ്റെ കഴിവില്ലായ്മയല്ല, ഇത് പ്രായത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. പോർച്ചുഗലിന് പലപ്പോഴും മുന്നിൽ നിന്ന് ഫലപ്രദമായി പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല. മധ്യനിര താരങ്ങൾ കൂടുതൽ ഓടേണ്ടി വരുന്നു. ബ്രൂണോയും ബെർണാഡോയും അധിക ഡിഫെൻസീവ് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്നു. ടീമിൻ്റെ ഘടന തന്നെ ചിലപ്പോഴൊക്കെ അസന്തുലിതമാകുന്നു. ഇതാണ് പല പണ്ഡിറ്റ്സും ചൂണ്ടിക്കാണുന്ന റൊണാൾഡോ പ്രശ്നം. ദ പാസ്റ്റ് റൊണാൾഡോ സിൻഡ്രം. റൊണാൾഡോയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കലാണ്. പോർച്ചുഗൽ ആക്രമണത്തിലേക്ക് പോകുമ്പോൾ പലപ്പോഴും ഒരു കാര്യം കാണാം: റൊണാൾഡോയെ കണ്ടെത്തുക. ബോക്സിനുള്ളിൽ റൊണാൾഡോ നിൽക്കുമ്പോൾ സഹതാരങ്ങൾ സ്വാഭാവികമായും അദ്ദേഹത്തെ തിരയുന്നു. പക്ഷേ പലപ്പോഴും അതിലൂടെ മികച്ച അവസരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടെന്ന് വിമർശകർ പറയുന്നു. ലിയാവയുടെ ഡ്രിബ്ലിംഗ്, ബ്രൂണോയുടെ ത്രൂ പാസുകൾ, ബെർണാഡോയുടെ കോമ്പിനേഷൻ പ്ലേ, ഇവയെല്ലാം ചിലപ്പോൾ റൊണാൾഡോയ്ക്കുള്ള സർവീസായി മാത്രം മാറുന്നു. ഇതിനാൽ പോർച്ചുഗലിൻ്റെ ആക്രമണം മുൻകൂട്ടി പ്രവചിക്കാൻ എതിരാളികൾക്ക് എളുപ്പമാകുന്നു. 2022 ലോകകപ്പ് ഒരു മുന്നറിയിപ്പായിരുന്നുവോ? 2022 ലോകകപ്പിൽ ഒരു സംഭവം ഈ ചർച്ചയ്ക്ക് വലിയ വഴിത്തിരിവായി. സ്വിറ്റ്സർലൻഡിനെതിരായിട്ടുള്ള പ്രീ ക്വാർട്ടറിൽ റൊണാൾഡോയെ ബെഞ്ചിലിരുത്തി ഗൊൺസാലോ റാമോസിനെ കളിപ്പിച്ചു. ഫലമോ പോർച്ചുഗൽ 6-1 സ്കോറിന് വിജയിക്കുന്നു. റാമോസ് ഹാട്രിക് നേടി. അന്ന് ലോകം ഒരു ചോദ്യം ചോദിച്ചു: റൊണാൾഡോ ഇല്ലാത്ത പോർച്ചുഗൽ കൂടുതൽ സ്വതന്ത്രമായി കളിക്കുന്നുണ്ടോ? തീർച്ചയായ ഉത്തരം ഇന്നും ആരുടെയും കൈവശമില്ല. പക്ഷേ ആ മത്സരം ഇന്നും ഈ ചർച്ചയുടെ കേന്ദ്രത്തിലാണ്. മാനേജേഴ്സ് ഡിലെമ. റോബർട്ടോ മാർട്ടിനസിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി ടാക്ടിക്സ് അല്ല, മറിച്ച് റൊണാൾഡോവിനെ എങ്ങനെ യൂസ് ചെയ്യണം എന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ താരത്തെ ബെഞ്ചിലിരുത്താൻ ധൈര്യം വേണം. അതുപോലെ തന്നെ ടീമിൻ്റെ ആവശ്യങ്ങൾക്കായി കഠിനമായ തീരുമാനം എടുക്കാനും ധൈര്യം വേണം. റൊണാൾഡോ എല്ലാ മത്സരത്തിലും 90 മിനിറ്റും കളിക്കണോ? അല്ലെങ്കിൽ നിർണായക മത്സരത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഇമ്പാക്റ്റ് പ്ലെയറായി മാറണമോ? ഇതാണ് ഇന്ന് പോർച്ചുഗൽ പരിശീലക സംഘം നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം. വൈ പോർച്ചുഗൽ സ്റ്റിൽ നീഡ്സ് റൊണാൾഡോ? ഇവിടെ മറക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്: റൊണാൾഡോ ഇപ്പോഴും ഒരു അസാധാരണമായ പ്ലെയർ തന്നെയാണ്. വലിയ മത്സരങ്ങളിൽ ഒരു നിമിഷം മാത്രം മതി, ഒരു ഹെഡർ, ഒരു ഫ്രീ കിക്ക്, ഒരു ടാപ്പിൻ, ഇതെല്ലാം ഒരു ടൂർണമെൻ്റ് ഗതി മാറ്റാൻ ഇന്നും അദ്ദേഹത്തിന് കഴിയും. അനുഭവം, വിജയ മനോഭാവം, സമ്മർദ്ദത്തെ നേരിടാനുള്ള കഴിവ്, ഇവയെല്ലാം പോർച്ചുഗലിന് ഇപ്പോഴും അത്യാവശ്യമാണ്. അതിനാൽ യഥാർത്ഥ ചോദ്യം റൊണാൾഡോ കളിക്കണോ എന്നതല്ല, മറിച്ച് റൊണാൾഡോയെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് തന്നെയാണ്. എല്ലാ ഇതിഹാസങ്ങൾക്കും ഒരു അവസാനമുണ്ട്. എന്നാൽ ആ അധ്യായം എങ്ങനെ അവസാനിക്കുമെന്ന് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിൻ്റെ എക്കാലത്തെ മഹാനായ താരം തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ
2026 ലോകകപ്പിൽ പോർച്ചുഗൽ വിജയിക്കണമെങ്കിൽ അവർ ഒരു ബാലൻസ് കണ്ടെത്തേണ്ടി വരും. റൊണാൾഡോയെ ബഹുമാനിക്കുകയും അതേസമയം പുതിയ തലമുറയ്ക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യേണ്ടി വരും. CR7 തൻ്റെ വിമർശകരെ വീണ്ടും നിശബ്ദരാക്കി പോർച്ചുഗലിനെ ചരിത്രത്തിലേക്ക് നയിക്കുമോ? ഒരു കാര്യം മാത്രം ഉറപ്പ്, പോർച്ചുഗലിൻ്റെ ലോകകപ്പ് യാത്രയും ക്രിസ്ത്യാനോയുടെ കഥയും ഇന്നും അവസാനിച്ചിട്ടില്ല.